എണ്ണയിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ഇടാം. ജിഞ്ചർ ഗാർലിക് 2 പച്ചമുളക്. ഇനി നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്തതിലേക്ക് നമുക്കൊരു 1/2 സവാള ഇടാം. സവാളയുടെ കൂടെ നമുക്ക് ഒരു ക്യാരറ്റും കൂടി ഇടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇത് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഞാനിപ്പം വഴറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ജസ്റ്റ് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കൊന്ന് അടയ്ക്കാം. ഒരു 2 മിനിറ്റ്സ് അടച്ച് വെച്ച് തുറന്നിട്ട് നമുക്ക് ബാക്കി ഇടാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്യാബേജ് ഇടാം. ഇതൊരു കുറച്ച് ക്യാബേജ്, ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇടാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി. ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ, മേബി ഒരു 1 ടേബിൾ സ്പൂൺ. അതുകൊണ്ട് എണ്ണയിലിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം. അപ്പം പെട്ടെന്ന് വേവും. അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്നു വെക്കാം. സ്ക്വിഡ് നൂഡിൽസ് അല്ലേ, അപ്പോൾ സ്ക്വിഡ് കണവ എടുത്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഉപ്പിടാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് നമ്മൾ ഈ സ്ക്വിഡ് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് ഞെട്ടിടാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇത് വേവുകയും ചെയ്യും, കുറച്ച് ഫ്രൈ ആവും. ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, അത് വെച്ച് വെന്തോളും, വേറെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം വേണ്ട വന്നു. നമുക്ക് ഓഫ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കണവ അതാവുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്താൽ മതി. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും എണ്ണയും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. അതിനകത്തോട്ടാണ് നമ്മൾ നൂഡിൽസ് ഇടേണ്ടത്. നമുക്ക് കണവ ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കണം. കണവയൊന്ന് ഇളക്കി നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കണം, നന്നായിട്ട് വേവാൻ വേണ്ടി. തിളച്ചു തുടങ്ങി നമുക്കിതിനകത്തോട്ട് നൂഡിൽസ് ഇടാം. ടൈമിൽ ഇട്ടാൽ മതി. എന്നിട്ട് നൂഡിൽസ് ഒന്ന് തിളയ്ക്കണം. അപ്പോഴത്തേക്കും ആവും. നമ്മൾ കാണിച്ചു തരാം. ഇപ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മുടെ കണവയുടെ നോക്കാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നൂഡിൽസ് തിളച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാൻ മറ്റേ കണവയുടെ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അവസാനം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. വെജിറ്റബിൾ മിക്സിലിട്ട് നമുക്ക് കണവ ഓരോന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിടാം. കണവ എല്ലാം കൂടി നമുക്ക് ഈ വെജിറ്റബിൾ മിക്സിലോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നൂഡിൽസ് ഒരു അരിപ്പയിലേക്ക് സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ മിക്സിലേക്ക് നമുക്ക് മിക്സ് ചെയ്യണം. ചേർക്കുന്ന നൂഡിൽസും കൂടി ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്കിത് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണവ നൂഡിൽസ് റെഡിയായി. കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ നമ്മൾ മുമ്പേ ഉണ്ടാക്കിയ വെജിറ്റബിൾസിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മസാല, ഉപ്പും കൂടി ചേർത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി സ്പൈസി ആയിരിക്കും. ഇതിപ്പോൾ കുറച്ച് മൈൽഡായിട്ടുള്ള നൂഡിൽസ്. താങ്ക് യു.